വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇടപെട്ടിട്ടും കോൺഗ്രസ് നേതൃത്വവുമായി ഡോക്ടർ ശശി തരൂർ MP ഇടഞ്ഞു തന്നെ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ പറഞ്ഞു. ജനസമ്മതിയിൽ താൻ മുമ്പിലാണെന്നും കേരളത്തിൽ കോൺഗ്രസിന് മികച്ച നേതൃത്വമില്ല എന്നും ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ വ്യക്തമാക്കുന്നു. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയും അതൃപ്തികൾ തുറന്നു പറയുകയാണ് ഡോക്ടർ ശശി തരൂർ. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുള്ള വിവാദ ലേഖനത്തിലെ നിലപാടിലുറച്ച ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പും പരോക്ഷ വിമർശനവുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയത്. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസുമായുള്ള അഭിമുഖത്തിൽ ശശി തരൂർ പറയുന്നു. തന്റെ മുന്നിൽ പുസ്തകരചന, പ്രസംഗം ഉൾപ്പെടെ മറ്റു വഴികളുണ്ട്. സ്വതന്ത്ര ഏജൻസി നടത്തിയ അഭിപ്രായ സർവേയിൽ ജനസമിതിയിൽ താനാണ് മുന്നിലെന്നും തരൂർ. കേരളത്തിൽ കോൺഗ്രസിന് മികച്ച നേതൃത്വമില്ല എന്ന് പ്രവർത്തകർക്ക് ആശങ്കയുണ്ടെന്നും തരൂർ തുറന്നു പറയുന്നു. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഇനിയും കോൺഗ്രസിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും ശശി തരൂരിന്റെ മുന്നറിയിപ്പ്. വോട്ട് ബാങ്കിനപ്പുറത്ത് ജനങ്ങളുടെ വോട്ടുകൾ നേടാൻ കഴിയണം. തനിക്കിതിന് കഴിയുമെന്നും ശശി തരൂർ പറഞ്ഞു. കൃത്യമായ തീരുമാനങ്ങളെടുക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി കാര്യക്ഷമമല്ലെന്നും ശശി തരൂർ വിമർശിക്കുന്നുണ്ട്. മോദി ട്രംപ് കൂടിക്കാഴ്ചയെ പ്രശംസിച്ചുള്ള പ്രസ്താവനയിലും സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനവും വിവാദമായതിന് പിന്നാലെയാണ് നിലപാട് കടുപ്പിച്ച തരൂർ വീണ്ടും രംഗത്തെത്തിയത്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് തരൂരിന്റെ നീക്കങ്ങളെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിശകലനം. 24 ഡൽഹി. പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന്റെ പ്രതികരണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിലെ നേതൃനിരയിലേക്ക് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് നിരാകരിച്ചതിലുള്ള അതൃപ്തിയാണ് തരൂർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. തരൂരിന്റെ പ്രതികരണങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് അവഗണിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ഇടത് സർക്കാരിന്റെ വ്യവസായ വികസനത്തെ പിന്തുണച്ച് ലേഖനമെഴുതിയതിന് കൃത്യമായ മറുപടി പറഞ്ഞെങ്കിലും അതിനെ സ്വതന്ത്ര നിലപാടായി കാണാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പാർട്ടിക്ക് വേണമെങ്കിൽ മറ്റു വഴി നോക്കുമെന്ന് പറഞ്ഞത് കോൺഗ്രസ് പ്രതീക്ഷിച്ചതല്ല. കേരളത്തിലെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള താല്പര്യം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ശശി തരൂർ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ലെന്ന് അപ്പോൾ തന്നെ രാഹുൽ മറുപടി നൽകുകയും ചെയ്തു. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറാനുള്ള ആഗ്രഹം നടക്കാത്തതിൽ തരൂരിന് നിരാശയുണ്ട്. അതാണ് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയുള്ള തരൂരിന്റെ പ്രതികരണങ്ങൾ വെളിപ്പെടുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തരൂരിന്റെ നീക്കങ്ങളെ അവഗണിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. പ്രതികരണങ്ങൾക്ക് മറുപടി നൽകി വിഷയം ആളിക്കത്തിക്കരുതെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം എല്ലാവരും പാലിക്കണമെന്ന സന്ദേശമാണ് ഈ വിഷയത്തിൽ പ്രതികരണത്തെ വിസമ്മതിച്ചതിലൂടെ KC വേണുഗോപാൽ നൽകിയത്. നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കലാണ് ജോലി. കടൽ മണൽ ആർക്കും റിപ്പോർട്ട് ചെയ്യണ്ട. അവിടെ മത്സരത്തോടെ വഴിയാറാക്കുന്നത് ഇതാണ് റിപ്പോർട്ട്. സംഘടനാ വിഷയങ്ങളിൽ ഏറ്റുമുട്ടലിന് തയ്യാറായി നിൽക്കുന്ന ശശി തരൂരിനോട് കേരളത്തിലെ നേതൃത്വവും കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ തന്നെ നേതൃദാരിദ്ര്യമില്ലെന്ന ചില മറുപടികളും വരുന്നുണ്ട്. മുമ്പ് കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു. ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിൻ്റെ എനിക്കറിയില്ല. കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട് തന്നെ BJPയുമായി അടുക്കാൻ തരൂരിന് കഴിയില്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. എന്നാൽ കേരളത്തിലെ CPIയുമായി തരൂർ അടുക്കുന്നുണ്ടോ എന്ന് ചില നേതാക്കളെങ്കിലും സംശയിക്കുന്നു. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പരാജയപ്പെട്ട ശേഷം കേരളത്തിൽ സജീവമായ ആദ്യകാലങ്ങളിൽ CPM നേതാക്കളായിരുന്നു തരൂരിനെ പിന്തുണച്ചത്. 24 തിരുവനന്തപുരം. ഡോക്ടർ ശശി തരൂർ പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളിൽ KPCC പ്രതികരിക്കേണ്ടതില്ല. എന്നാൽ അതിരുവിട്ട് പോകരുതെന്ന് ശശി തരൂരിനോട് പറയുമെന്നും K സുധാകരൻ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളോട് മാത്രമായിട്ട് പറയുന്നത് ശരിയില്ല, പറയുന്നില്ല. എനിക്ക് മാത്രമല്ല, നമുക്ക് പരസ്പരം ബന്ധപ്പെടേണ്ടതുണ്ട്. എന്നിട്ടേ നമ്മളൊരു കമൻറ്റ് പറയുള്ളൂ. അഭിമുഖത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള ഡോക്ടർ ശശി തരൂരിന്റെ മറുപടി. ഞാൻ സംസാരിക്കാൻ ഇപ്പോൾ ഒരു ആഗ്രഹവുമില്ല. സമയം വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എന്റെ സമയത്ത് സംസാരിക്കും. ഒന്നും സംസാരിക്കാൻ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, രാഹുൽ ഗാന്ധിയുമായുള്ള ദീർഘനേരമുള്ള സംഭാഷണത്തിന് ശേഷവും തരൂർ വഴങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ലേഖനം, അതിൻ്റെ ഉള്ളടക്കം കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നതുമാണ്, വെട്ടിലാക്കുന്നതുമാണ്. എന്താണ് തരൂരിൻ്റെ പുതിയ നീക്കങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സംസ്ഥാന നേതൃത്വം കരുതലോടുകൂടി മാത്രമേ ഈ വിഷയത്തിൽ വരും മണിക്കൂറുകളിലും പ്രതികരിക്കൂ എന്ന് തോന്നുന്നു. ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്താണ് ബൽറാം?
റിജിത്ത്, ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിന് ശശി തരൂർ കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു അഭിമുഖത്തിലൂടെ നൽകിയിരിക്കുന്നത്. തനിക്ക് അല്ലെങ്കിൽ തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല, പാർട്ടിയിൽ താൻ തുടർച്ചയായി ഇനിയും അവഗണിക്കപ്പെട്ടാൽ തനിക്ക് തന്റെ വഴിയുണ്ട്, തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ഈ കേരളത്തിലെ പാർട്ടിയുടെ സാഹചര്യം ഉൾപ്പെടെ നേതൃത്വ പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. താൻ അതിന് യോഗ്യനാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കാൻ താൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കേന്ദ്രത്തിൽ തനിക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തനിക്ക് ഒരു സ്ഥാനം, പദവി നൽകാൻ കഴിയില്ല എങ്കിൽ കേരളത്തിൽ തനിക്ക് ഉചിതമായ ഒരു പദവി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്നുള്ളത് അദ്ദേഹം ഈ അഭിമുഖത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അഭിമുഖത്തെക്കുറിച്ച് ഇപ്പോൾ തനിക്ക് ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്ക് പറയേണ്ട കാര്യങ്ങൾ താൻ പറയും, സമയമാകുമ്പോൾ പറയാം എന്നുള്ളതാണ് ശശി തരൂർ ഇന്ന് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ പോഡ്കാസ്റ്റ് അതിന്റെ പൂർണ്ണരൂപം ബുധനാഴ്ച മാത്രമായിരിക്കും പുറത്തുവരിക. അതിനുശേഷം പ്രതികരിക്കാം എന്നായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു കണക്കുകൂട്ടൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ വിഷയത്തിലുള്ള ഹൈക്കമാൻഡിന്റെ നിലപാടുകൾ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ അദ്ദേഹത്തിന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് പുറത്തു വന്ന ശേഷം ഹൈക്കമാൻഡിൽ നിന്നുള്ള പ്രതികരണം അറിയാനും തരൂർ താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം വിശദമായി തന്നെ ഈ വിഷയങ്ങൾ സംബന്ധിച്ച് തുറന്നു പറയുക. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും, അതായത് രാഹുൽ ഗാന്ധിയുമായി അരമണിക്കൂർ ചർച്ച നടത്തിയ ശേഷവും ശശി തരൂർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് പ്രധാനമായും ഇത് തന്നെയാണ്. ദേശീയ തലത്തിൽ അവഗണിക്കപ്പെടുന്നു, ദേശീയ തലത്തിൽ ഒരു പദവി അത് നൽകാൻ കഴിയില്ല എങ്കിൽ തനിക്ക് എന്ത് പദവി നൽകാനാണ് കഴിയുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേരളത്തിൽ തനിക്ക് ഉചിതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പദവി അദ്ദേഹം ആവശ്യപ്പെട്ടതായി തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ ഒന്നും ഒരു ഉറപ്പും രാഹുൽ ഗാന്ധി ശശി തരൂറിന് നൽകിയിട്ടില്ല. മറിച്ച് പാർട്ടിക്ക് വഴങ്ങണം എന്ന ഒരു ആവശ്യം രാഹുൽ അങ്ങോട്ട് വെക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഈ അഭിമുഖത്തിലും അദ്ദേഹം ആവർത്തിക്കുന്നത് താൻ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അത് സങ്കുചിതമായ രാഷ്ട്രീയ മനോഭാവമല്ല തന്റേത്. കാര്യങ്ങൾ അത് പ്രതിപക്ഷം അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാർ ഭരിച്ചാലും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ലത് എന്ന് പറയുക എന്നുള്ളത് തന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇനി ഹൈക്കമാൻഡ് എന്ത് തുടർ നടപടികളിലേക്ക് പോകും എന്ന് തന്നെ അറിയാനാണ് ശശി തരൂരും കാത്തിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുക. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം പുറത്തുവരുന്നു. ഒപ്പം തന്നെ ഹൈക്കമാൻഡിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്ത് എന്നറിഞ്ഞ ശേഷം ശശി തരൂർ വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. റെജിൻ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഡോക്ടർ ശശി തരൂരിനെ പിന്തുണച്ചും പുകഴ്ത്തിയും CPIM നേതാക്കൾ ശശി തരൂർ പറഞ്ഞത് ശരിയെന്നും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നേതാവാണ് ശശി തരൂരെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസ് വിട്ടാൽ ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ അനാഥമാകില്ല എന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രതികരണം. ആരെയും ചേർത്ത് നിർത്താൻ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയില്ല എന്ന് KV തോമസും വിമർശിച്ചു. കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിച്ചുകൊണ്ട് തന്നെ, ആളോഹരി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ലോകത്തെ വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഒരു 10-20 വർഷക്കാലം കൊണ്ട് കേരളത്തെ എത്തിക്കാനാവും. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ആ തലത്തിലേക്ക് കേരളത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് മറികടക്കാനാവില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് തികച്ചും ശരിയായ കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. തരൂരിനെ പോലുള്ളവർ കോൺഗ്രസിൽ ഇത്രയും നാൾ തുടർന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. അങ്ങനെ സത്യം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കോൺഗ്രസ് എങ്കിൽ അദ്ദേഹം വേറെ വഴികൾ നോക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂർ അനാഥമാവില്ല കേരള രാഷ്ട്രീയത്തിൽ. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നിലപാടുകൾ വ്യക്തമാക്കും. കോൺഗ്രസിനൊരു കൾച്ചറുണ്ട്, എല്ലാവരും കൂടെ പിടിക്കുക. ഇന്ന് ആ സ്നേഹബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. പോണവരൊക്കെ പൊക്കോ. ഇപ്പോഴത്തെ തലമുറയുടെ സമീപനം എന്താ? സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ചെയ്യുക, പൊയ്ക്കോ. അത് തന്നെ ശശീന്ദ്രൻ്റെ പ്രശ്നവും. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരു മുഖമുണ്ട്. ഞാൻ പറഞ്ഞു കോൺഗ്രസ് വിട്ടു പോകരുത്, നിങ്ങളുടെ ഇടം ഇതാണ്.
വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ കോൺഗ്രസിൽ നിൽക്കണം. അത് ജനാധിപത്യ പാർട്ടിയാണ്. ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ട് മുന്നോട്ട് പോകണം, കോൺഗ്രസ് നയിക്കണം. ഞാൻ തർക്കമൊന്നുമില്ല ആ കാര്യത്തിലൊന്നും. ഡോക്ടർ ശശി തരൂർ MP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാണെന്ന് എഴുത്തുകാരൻ M. മുകുന്ദൻ. ശശി തരൂർ ഏത് പാർട്ടിയിലാണെങ്കിലും താൻ പിന്തുണയ്ക്കുമെന്നും M. മുകുന്ദൻ 24-നോട് പറഞ്ഞു. നമുക്ക് ആവശ്യം ഈ ദീർഘവീക്ഷണമുള്ള ഈ പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കുന്ന നേതാക്കന്മാരെയാണ്. അതില്ല, അവർ നേതാക്കന്മാർ മാറുന്നില്ല. ശശി തരൂരിനെ എനിക്കിഷ്ടമാണ്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത്. കാരണം അസാധാരണമായിട്ടുള്ള അറിവ് കേട്ടോ, പിന്നെ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പം അങ്ങനെയുള്ള നേതാക്കളാണ് അതിന് വരേണ്ടത്. ശശി തരൂരിൻ്റെ ചില നിലപാടുകളോടൊന്നും എനിക്ക് യോജിപ്പില്ല, പക്ഷേ അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഈ പുതിയ കാലത്തെ ഉൾക്കൊള്ളാനും പുതിയ കാലത്തെ മനസ്സിലാക്കുന്ന നേതാക്കന്മാർ. അതുകൊണ്ട് പുതിയ കാലത്തെ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കണം, പുതിയ കാലത്തിൻ്റെ ഒരു ഭാഷ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിന് വലിയ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ ശശി തരൂർ ഏത് പാർട്ടിയിലായാലും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ സമരത്തിന് തൊട്ടുമുമ്പ് സുരക്ഷിതമല്ലാത്ത മേഖലയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുറത്തുവിട്ട് സർക്കാർ. ഈ ലിസ്റ്റിലും അപാകതയുണ്ട് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. അതേസമയം കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF നാളെ ഡൽഹിയിൽ പ്രതിഷേധം നടത്തും. ജോൺ മത്തായി കമ്മീഷൻ നിർദ്ദേശിച്ച നോ ഗോ സോൺ മേഖലയിൽ ഉൾപ്പെട്ടവരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. 81 കുടുംബങ്ങൾ കരട് പട്ടികയിലുണ്ട്. 10-ാം വാർഡിൽ ഉൾപ്പെട്ടത് 42 കുടുംബങ്ങൾ, 11-ാം വാർഡിൽ 29-ഉം 12-ാം വാർഡിൽ 10-ഉം കുടുംബങ്ങൾ. 10 ദിവസത്തിനകം ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അവസരമുണ്ട്. ഈ ലിസ്റ്റിലും വ്യാപകമായ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ വീട് കിട്ടണം. വീടില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് മുണ്ടക്കൈക്ക് ഇനി പോകാൻ പറ്റൂല. ഇനി അവിടെ ഉരുള് പൊട്ടില്ല എന്ന് പറയാൻ ഈ ജോൺ മത്തായി ഒടേതമ്പുരാനൊന്നും അല്ലല്ലോ. സർക്കാർ ഇങ്ങനെയൊക്കെ നീട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് വെച്ച് തരുന്നതാണ് ഇതിലും നല്ലത്. ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ ഉണ്ടെങ്കിൽ പരാതികൾ പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിയെ സംബന്ധിച്ച് ഏറ്റവും സുതാര്യമായ പരിശോധന നടത്തും. ഈ മാനദണ്ഡങ്ങളിൽപ്പെട്ട ഒരു ദുരന്തബാധിതനെയും ഒഴിവാക്കപ്പെടില്ല ഒരു ലിസ്റ്റിൽ നിന്ന്. ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് LDF നാളെ രാപ്പകൽ സമരം ഡൽഹിയിൽ നടത്തും. കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ വിവേചനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭമാണ്. ദുരന്തബാധിതർ ഉൾപ്പെടെ 165 പേർ വയനാട്ടിൽ നിന്ന് LDFന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വന്ന് സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാളെ ഡൽഹിയിൽ LDF സമരം. ദുരന്തബാധിതരുടെ കളക്ടറേറ്റ് ഉപവാസവും നാളെ നടക്കും. 27-നും 28-നും UDFന്റെ സമരം. ചൂരൽമല മുണ്ടക്കൈ ഇനി സമരവഴിയിൽ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഉറപ്പുകൾ സർക്കാർ പാലിച്ചില്ലെന്നാരോപിച്ച് കുടിൽകെട്ടി സമരവുമായി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ. ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് ദുരന്തബാധിതർ നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായി. പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കും എന്നാണ് മന്ത്രി K. രാജന്റെ പ്രതികരണം. എൻ്റെ വീട് നഷ്ടപ്പെട്ടിട്ട് പിന്നെ 2 ലിസ്റ്റിൽ പേര് കൊണ്ടുവന്നു. 3-ാമത്തെ ലിസ്റ്റിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ അത് എന്താണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. മുഴുവൻ മൊത്തം പോകണമെന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറിയിട്ടില്ല. നഷ്ടപ്പെട്ട വേദനയുടെ നീറ്റലിലാണ് അവരിപ്പോഴും. താങ്ങാകുമെന്ന് കരുതിയ ഭരണ സംവിധാനം മെല്ലെപ്പോക്കിലാണ് എന്ന സംശയമാണ് ദുരന്തബാധിതരെ വീണ്ടും ആ ഭൂമിയിലെത്തിച്ചത്. ദുരന്തഭൂമിയിൽ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടിൽകെട്ടി സമരം. ബെയിലി പാലം കടന്ന് പ്രതിഷേധ മാർച്ച് നടത്താനുള്ള ദുരന്തബാധിതരുടെ ശ്രമം പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. ഇപ്പൊ ഞങ്ങളിപ്പോ മുണ്ടക്കായിക്ക് പോണ്ടെന്ന് പറയണ്ടല്ലേ ഈ പോലീസുകാർ തടഞ്ഞില്ലേ? ആ തടഞ്ഞ് ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാന്നാണ് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. കുറച്ച് ആളുകൾക്ക് വാശിയോട്ട് ആളുകൾക്ക് കുറ്റിയടിച്ചതിന്റെ ഇപ്പുറത്ത് പോയി നിൽക്കാന്ന് പറഞ്ഞാ ഞങ്ങൾ പോയി നിൽക്കാണ്. നമുക്ക് വാടക കൊടുക്കാൻ പൈസ ഇല്ല. ഞങ്ങളവിടെ പോയി നിൽക്കാണ്. എന്നോട് പോയി നിൽക്കാൻ പറഞ്ഞതാ. അപ്പൊ എന്തുകൊണ്ട് തടയണേ? അതൊരു കാരണം പറയട്ടെ. ഈ പറഞ്ഞ ഈ പോലീസ് ഏമാൻ എന്റെ മകൻ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ചൂരമല ഹോസ്പിറ്റലിൽ കൊണ്ട് സെറ്റിലാക്കിയിട്ട് വെള്ളം പറഞ്ഞിട്ട് കൂടുതൽ വെള്ളം വന്നപ്പോൾ നോക്കാൻ വേണ്ടി പോയ മൗനാണ്. 2ാമത് തിരിച്ചു വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി. എന്റെ മകൻ ലാസ്റ്റ് അവസാനം എന്റെ മകൻ ഇല്ലാതായിപ്പോയി. 2 പേരും ഭാര്യ ഭർത്താവിന് ഞങ്ങൾക്ക് 2 ആൾക്കും ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകനും കൂടി കൈയിട്ട് പോയി. അതുകൊണ്ട്
ലിസ്റ്റിലെ പേരില്ല. രണ്ടാമത് ലിസ്റ്റിലും പേര് വരും പറഞ്ഞ അത് വന്നിട്ടില്ല. വായ്പയുടെ പേരിൽ ബാങ്കിൽ നിന്നുള്ള സമ്മർദ്ദം ഇപ്പോഴുമുള്ളത് ദുരന്തബാധിതരുടെ സമ്മർദ്ദം ഇരട്ടിയാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സർക്കാരിന് മുതലിന് സർക്കാർ ഞങ്ങൾക്ക് സർക്കാരിന്റെ ഖജനാവെന്ന് തരണ്ട. ഞങ്ങൾക്ക് നാട്ടുകാർ ഞങ്ങൾ കേരള സമൂഹം കൊടുത്ത പൈസ ഉണ്ട് സർക്കാരിന്റെ കയ്യിൽ. ആ പൈസ എടുത്ത് ഞങ്ങൾക്ക് തരണം, നിർബന്ധമായിട്ടും തരണം, തന്നേ പറ്റൂ. ചൂരൽമല ടൗണിൽ കഞ്ഞിവെച്ചും ദുരന്തബാധിതർ പ്രതിഷേധിച്ചു. 5 സെന്റിൽ കൂടുതൽ ഭൂമി ദുരന്തബാധിതർക്ക് നൽകാനാകുമോ എന്ന് പരിശോധിക്കുന്നുണ്ട് എന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. ഇപ്പോൾ 5 സെന്റ് എന്ന വാദത്തിലൊന്നും മുറുകെ പിടിക്കുന്നില്ല ഗവൺമെന്റ്. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാകുന്ന സാഹചര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുകയാണ്. വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ദുരന്തബാധിതരുടെ തീരുമാനം. സർക്കാർ നൽകിയ ഉറപ്പ് വിശ്വസിച്ചാണ് ഇത്രയും നാൾ പ്രതിഷേധത്തിന് മുതിരാതിരുന്നത് എന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. എന്നാൽ ഇനി അതുണ്ടാകില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ചൂരൽമലയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പാലക്കാട് അട്ടപ്പാടിയിൽ അമ്മയെ മകൻ ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. അരളിക്കോണം സ്വദേശി രേഷിയാണ് കൊല്ലപ്പെട്ടത്. മകൻ രഘുവിനെ പുതൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രേഷിയെ രഘു ഹോളോബ്രിക്സ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രക്തത്തിൽ കുളിച്ച രേഷി തൽക്ഷണം മരിച്ചു. അയൽവാസികളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പുതൂർ പോലീസ് രഘുവിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിൽ തുടരുന്നയാളാണെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. 24 പാലക്കാട്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഉറങ്ങിക്കിടന്ന ജ്യേഷ്ഠനെ കഴുത്തിൽ കയറുകുരുക്കി അനുജൻ കൊലപ്പെടുത്തി. ചക്രപാണിയിൽ പ്രസന്നനാണ് കൊല്ലപ്പെട്ടത്. ചോദ്യം ചെയ്യലിൽ സഹോദരൻ പ്രസാദ് കുറ്റം സമ്മതിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. പ്രസാദിന്റെ കുടുംബത്തോടൊപ്പമാണ് അവിവാഹിതനായ ജ്യേഷ്ഠൻ പ്രസന്നൻ താമസിക്കുന്നത്. മദ്യപിച്ച് സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രിയും ഇരുവരും തമ്മിൽ വാക്കേറ്റവും അടിപിടിയും ഉണ്ടായി. പുറത്തുപോയ പ്രസന്നൻ പുലർച്ചെ 2 മണിയോടെ വീട്ടിലെത്തി. അമിതമായി മദ്യപിച്ച് അവശനിലയിലായിരുന്നു പ്രസന്നൻ. കിടക്കയിൽ വെച്ച് കഴുത്തിൽ കയർക്കുരുക്കിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് സഹോദരൻ പ്രസാദിന്റെ മൊഴി. പ്രസന്നൻ മരിച്ചു കിടക്കുന്ന വിവരം പ്രസാദിന്റെ ഭാര്യയാണ് പോലീസിനെ അറിയിച്ചത്. സ്ഥലത്തെത്തിയ ചെങ്ങന്നൂർ പോലീസിന് പ്രസാദിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. ഇവരുടെ മറ്റൊരു സഹോദരനെ 1 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. 24 ആലപ്പുഴ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 2 ആഴ്ച പിന്നിടുമ്പോഴും ആശാ വർക്കേഴ്സുമായി ചർച്ചയ്ക്ക് തയ്യാറാകാതെ സർക്കാർ. കൂടുതൽ ആശാ വർക്കേഴ്സിനെ സമരപ്പന്തലിലെത്തിച്ച് സമരം ശക്തമാക്കാനാണ് സമരക്കാരുടെ തീരുമാനം. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ ശുപാർശ ധനകാര്യവകുപ്പ് കണ്ടില്ലെന്ന് നടിച്ചെന്നും ആക്ഷേപമുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിച്ചതിനു പിന്നാലെ കൂടുതൽ പ്രവർത്തകരെ സമരകേന്ദ്രത്തിലേക്ക് എത്തിച്ച് സമരം ശക്തമാക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. ആശാ വർക്കേഴ്സിനെ സമരത്തിലേക്ക് തള്ളിവിട്ടത് സർക്കാരിന്റെ പരാജയമെന്ന പിന്തുണയുമായി സമരകേന്ദ്രത്തിലെത്തിയ കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. ഒരു കാരണവശാലും ഒരു ജനാധിപത്യ ഭരണകൂടം എന്ന് അവകാശപ്പെടുന്ന സംവിധാനം ആശാ സഹോദരിമാരെ ഒരു സമരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു. മഹിളാ കോൺഗ്രസ് സമരപന്തലിലേക്ക് ഐക്യദാർഢ്യ പ്രകടനം നടത്തി. ആശാ വർക്കർമാർക്ക് കേരളത്തിലുടനീളമുള്ള നിസ്സീമമായ ജനസേവനം നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അവർ നടത്തുന്ന ഈ അവകാശ പോരാട്ട സമരത്തിന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവകാശങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ആശാ വർക്കേഴ്സ് അറിയിച്ചു. മുഖ്യമന്ത്രിയും അതായത് ആരോഗ്യമന്ത്രിയും ചർച്ചയ്ക്കിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് ഞങ്ങളെ വേതനമല്ലേ ചോദിക്കുന്നത്, ഞങ്ങളെ ആവശ്യങ്ങളും അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമരം ഇവിടെ നിർത്തും. അതിനിടെ 26,000 ആശാ വർക്കർമാരിൽ ആരൊക്കെയാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് കണ്ടെത്താൻ സർക്കാർ കണക്കെടുപ്പ് തുടങ്ങി. ഓണറേറിയം 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഡിസംബറിൽ നൽകിയ ശുപാർശ പരിശോധിക്കാൻ പോലും ധനവകുപ്പ് തയ്യാറായില്ല. മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാർ, കുട്ടനാട് നെൽ കർഷക സംരക്ഷണ സമിതി നേതാക്കളടക്കം നിരവധി പേർ സമരത്തിന് പിന്തുണയുമായി എത്തി. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും. തെലങ്കാന നാഗർകുർണൂരിലെ ടണൽ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിൽ. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് എത്തിയെങ്കിലും വൻതോതിൽ താഴേക്ക് പതിച്ച കല്ലും ചെളിയും ഈ ദൗത്യത്തിന് തടസ്സമാവുകയാണ്.
8 ജീവനുകൾ അപകടത്തിൽപ്പെട്ട് 30 മണിക്കൂർ പിന്നിട്ടു. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. 2 എഞ്ചിനീയർമാരും 6 തൊഴിലാളികളും ഉൾപ്പെടെ 8 പേരാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം ഏറ്റെടുത്ത സൈന്യം അപകടമുണ്ടായ ഇടത്തിന് 4 കിലോമീറ്റർ അടുത്തുവരെ എത്തി. എന്നാൽ അരയാൾ പൊക്കത്തിൽ ചെളിയും കല്ലും നിറഞ്ഞു നിൽക്കുന്നത് ദൌത്യത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഇതോടൊപ്പം ടണലിനകത്തെ വെള്ളത്തിന്റെ അളവ് ഉയർന്നു നിൽക്കുന്നതും പ്രതിസന്ധിയാണ്. കൂടുതൽ ശേഷിയുള്ള മോട്ടോറുകളും പൈപ്പുകളും ഉപയോഗിച്ച് വെള്ളവും ചെളിയും നീക്കം ചെയ്യാനാണ് ശ്രമം. ഇത് നീക്കം ചെയ്ത ശേഷം മാത്രമേ ദൌത്യസംഘത്തിന് മുന്നോട്ടു പോകാനാകൂ. 9.5 അടി വ്യാസമുള്ള ടണലാണിത്. അതിനാൽ ചെളി നീക്കിയാൽ ആളുകളെ അകത്തേക്ക് അയക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ബദൽ മാർഗമെന്ന നിലയിൽ ടണലിന് പുറത്തുകൂടി ഈ ഭാഗത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് ദൌത്യസംഘം. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചു പരിചയമുള്ള റാറ്റ് മൈനേഴ്സിന്റെ സഹായം തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. ടണലിന്റെ മുകൾ ഭാഗത്തുണ്ടായ വിള്ളലിലൂടെ വെള്ളമിറങ്ങിയാണ് 3 മീറ്റർ ഭാഗത്തെ മേൽഭാഗം തകർന്നു വീണത്. 24 ബംഗളൂരു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്ലാമർ പോരാ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടമാണ്. ഉച്ചതിരിഞ്ഞ് 2:30 ദുബായിലാണ് മത്സരം നടക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗീസ് പീറ്റർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗീസ്, ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് ഏറെക്കുറെ സെമി ഉറപ്പിക്കാൻ കഴിയും. അതുപോലെ ചിരവൈരികളുടെ പോരാട്ടം എന്ന പ്രത്യേകതയുമുണ്ട്. വിലയിരുത്തൽ എങ്ങനെയാണ് ഗീസ്? രജിത്ത്, തീർച്ചയായിട്ടും ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഏറെക്കുറെ സെമി ഉറപ്പിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ്. മറിച്ച് പാകിസ്ഥാന് ഇത് മരണതുല്യ പോരാട്ടം അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് തോറ്റു കഴിഞ്ഞാൽ പാകിസ്ഥാന് പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങൾ അല്ലെങ്കിൽ ആദ്യ 4 എത്തുക എന്നത് ദുഷ്കരം തന്നെയാണ്. അല്ലെങ്കിൽ മറ്റു ടീമുകളുടെ പ്രകടനം കാഴ്ചവെച്ച് അല്ലെങ്കിൽ മറ്റു ടീമുകളുടെ പ്രകടനം ആശ്രയിച്ചുകൊണ്ടിരിക്കും പാകിസ്ഥാന്റെ ഭാവി എന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഈ ദുബായിൽ എത്തിയിരിക്കുന്നത്. കാരണം ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര തൂത്തുവായിരുന്നു. ഒപ്പം ടൂർണമെന്റ് ആരംഭിക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശിനെതിരെ തകർപ്പൻ ജയം. ബാറ്റർമാരും ബൗളർമാരും ഒരേപോലെ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഒരു മത്സരമാണ് ബംഗ്ലാദേശിനെതിരെ നമുക്ക് കാണുവാനായത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്നിറങ്ങുന്നത്. നേരത്തെ ടി.കെ സൂചിപ്പിച്ചതുപോലെ ചിരവൈരികൾ തമ്മിലുള്ള പോരാട്ടമാണ്. എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ പോര് ഒരു അയൽപ്പോര് എന്ന തരത്തിലൊക്കെ വലിയ രീതിയിൽ ഭരണകൂടങ്ങൾ പോലും നേർക്കുനേർ പോര കാണുന്ന അത്തരത്തിൽ വലിയ പ്രാധാന്യമുള്ള മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാനും. ഒപ്പം തന്നെ ഇത്തവണ അത് കുറച്ചുകൂടി വാശിയേറും, പ്രത്യേകിച്ച് പാകിസ്ഥാന് എന്നത് ഉറപ്പിച്ച് പറയാം. കാരണം 29 വർഷങ്ങൾക്ക് ശേഷമാണ് ICC ടൂർണമെന്റ് ആതിഥേയത്വം വഹിക്കുവാനായിട്ട് പാകിസ്ഥാന് അവസരം ലഭിക്കുന്നത്. അത് ഇന്ത്യ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ BCCIയുടെ ഇടപെടലിനെ തുടർന്ന് അത് പകുക്കുന്നു. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിലേക്ക് മാത്രമായി മാറ്റുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങളും വലിയ ആരോപണങ്ങൾക്കൊക്കെ ഇടയിലൂടെയാണ് ഈ ടൂർണമെന്റ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് അത്തരത്തിൽ ഒരു വാശി, ഒരു വൈരാഗ്യം കൂടി ഇന്ത്യയോടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും തോറ്റുകൊടുക്കുവാൻ പാകിസ്ഥാൻ താരങ്ങൾ തയ്യാറാവുക. പക്ഷേ പാകിസ്ഥാന് തുണയാകുന്നത് അല്ലെങ്കിൽ ബാറ്റർമാർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ സൂപ്പർ താരമായ ഫക്കർ സൽമാൻ പരിക്കേൽക്കുന്നു. ഇന്ന് ഫക്കർ സൽമാൻ കളിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഒപ്പം ബാബർ ഹസത്തിന്റെ മുന്നോട്ട് പതുക്കെയുള്ള മെല്ലെപ്പോക്ക്, അത്തരത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ പാക് ക്രിക്കറ്റ് ബോർഡ് നേരിടുന്നുണ്ട്. താരങ്ങൾക്ക് അതിനുള്ള സമ്മർദ്ദവുമുണ്ട്. ആ സമ്മർദ്ദത്തിൽ പിടിച്ചു കയറുക എന്ന് തന്നെയാണ് ഇന്ത്യ ഇന്ന് ലക്ഷ്യം വെക്കുക. കാരണം ശക്തമായ ബാറ്റിംഗ് നിരയുണ്ട്. രോഹിത് ശർമ്മ അടങ്ങുന്ന, വിരാട് കോഹ്ലി അടങ്ങുന്ന ശക്തമായ ബാറ്റിംഗ് നിരയുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സെഞ്ചുറി നേടി ശുഭ്മാൻ ഗിൽ യുവതാരം മിന്നും ഫോമിലാണ്. അതുകൊണ്ട് ബാറ്റിംഗ് നിരയിൽ ഇന്ത്യക്ക് പേടിക്കാനില്ല. പകരം മുഹമ്മദ് ഷമി നയിക്കുന്ന പേസർമാരിലേക്ക് വരികയാണെങ്കിൽ പോലും കഴിഞ്ഞ മത്സരത്തിൽ 5 വിക്കറ്റ് നേടിയാണ് ഷമി തന്റെ വരവ് അറിയിച്ചത്. അതുകൊണ്ട് ഷമിയെ സ്വാഭാവികമായിട്ടും പാക് താരങ്ങൾ പേടിക്കും. ഒപ്പം തന്നെ സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചായതുകൊണ്ട് തന്നെ വലിയ ഒരു താരനിര സ്പിൻ നിരയിലുണ്ട്. രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് അടക്കമുള്ള താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ താരങ്ങളെ പേടിക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന ഒരു സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ICC ടൂർണമെന്റിൽ പ്രത്യേകിച്ച് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ നേർക്കുനേർ വന്ന മത്സരങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ മാത്രമാണ്, ആ ഒരു കണക്കിൽ മാത്രമാണ് പാകിസ്ഥാന് നേരിയ ആശ്വാസമുള്ളത്. 5 മത്സരം കളിച്ചതിൽ 3 മത്സരം പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ട്. 2 മത്സരമാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ന് ജയിച്ച് ആ ഒരു ലെവൽ ഒരുമിച്ചാക്കുക അല്ലെങ്കിൽ 3-3 ആക്കുക എന്ന ലക്ഷ്യം കൂടി ഇന്ത്യക്ക് മുന്നിലുണ്ട്. ടി.കെ. ശരി, ഗീസ് പീറ്റർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. KSRTCക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി TDF. പുതിയ ഉത്തരവിലെ നിർദ്ദേശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് നീക്കം. 24 ആണ് വിവാദ ഉത്തരവ് പുറത്തു കൊണ്ടുവന്നത്.
ഈ മാസം 4-ാം തീയതി പണിമുടക്കിയ ജീവനക്കാർക്കെതിരെയാണ് KSRTCയുടെ പ്രതികാര നടപടി. ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്ന മാനേജ്മെന്റ് നിർദ്ദേശത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങാനാണ് TDFന്റെ തീരുമാനം. ഉടൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം ചീഫ് ഓഫീസിന് മുന്നിൽ വിവാദ ഉത്തരവ് TDF പ്രവർത്തകർ കത്തിച്ചിരുന്നു. അതേസമയം ചട്ടപ്രകാരമാണ് ഉത്തരവ് ഇറക്കിയതെന്നാണ് KSRTC വിശദീകരണം. 24 തിരുവനന്തപുരം. പാലക്കാട് തൃത്താലയിൽ വാഹനാപകടത്തിൽ 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. പട്ടാമ്പി താഴേത്തിൽ ഹൈസീനാണ് മരിച്ചത്. കൊല്ലം കൊട്ടാരക്കരയിൽ ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച കാറാണ് തൃത്താലയിൽ അപകടത്തിൽപ്പെട്ടത്. കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1.5 വയസ്സുകാരൻ പട്ടാമ്പി താഴത്തിൽ ഹൈസീന് ജീവൻ നഷ്ടമായി. കൊട്ടാരക്കരയിൽ നിയന്ത്രണം വിട്ട ബുള്ളറ്റ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറിയായിരുന്നു അപകടം. പരിക്കേറ്റ മയ്യനാട് സ്വദേശി കാർലോസിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. താമരശ്ശേരി ചുരത്തിൽ കാൽ തെറ്റി കൊക്കയിലേക്ക് വീണ് വളയം സ്വദേശിയായ യുവാവ് മരിച്ചു. വയനാട്ടിലേക്ക് വിനോദയാത്രയ്ക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. മൂത്രമൊഴിക്കാനിറങ്ങിയ അമൽജിത്ത് അബദ്ധത്തിൽ കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. 24 കോഴിക്കോട്. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് ഇട്ടത് അട്ടിമറിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയെന്ന് FIR. മദ്യലഹരിയിലായിരുന്നുവെന്ന പ്രതികളുടെ വാദം പോലീസ് തള്ളി. പ്രതികളെ റെയിൽവേ ട്രാക്കിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീത്ത്, കൃത്യമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് ആ കുറ്റകൃത്യത്തിന്റെ ഗൗരവ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് പോലീസ് ഒടുവിലായി വിശദീകരിക്കുന്നത്? FIRന്റെ ഉള്ളടക്കം എങ്ങനെ ശ്രീത്ത്? കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഈ പ്രതികളെ പിടിക്കുന്നതിന് മുൻപ് ഇട്ട FIR ആണ്. ആ FIRലെ വിവരങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. അത് കൃത്യമായ രീതിയിൽ പറയുന്നത് ഈ ടെലിഫോൺ പോസ്റ്റ് ആ മേഖലയിൽ കൊണ്ടുചെന്നിട്ടതിന് പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്നത് പോലെ അട്ടിമറി ഉദ്ദേശം തന്നെയെന്നാണ്. അത് മുൻപിട്ട FIR ആണ്. പിന്നീട് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രതികൾ പറഞ്ഞത് മദ്യലഹരിയിലായിരുന്നു, മോഷണശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ടെലിഫോൺ പോസ്റ്റ് അവിടെ കൊണ്ടുവന്നിട്ടത്. പിന്നീട് അത് ആക്രിയാക്കി മാറ്റാൻ വേണ്ടി, കഷ്ണങ്ങളാക്കാൻ വേണ്ടിയാണ് റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടതെന്നാണ്. പക്ഷെ പോലീസ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഒരു തവണ കൊണ്ടുവന്നിട്ടു, രണ്ടാമത് വീണ്ടും പാലരുവി എക്സ്പ്രസ് വരുന്നതിന് മുൻപ് അവിടെ കൊണ്ടുവന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനർത്ഥം പ്രതികൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഒരു അപകടം ഉണ്ടാകുമെന്നുള്ളത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതികൾ രണ്ടുപേർ, അരുണും അതുപോലെ തന്നെ രാജേഷും, ഈ രണ്ടുപേർ അത് ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. നേരത്തെ NIA സംഘം ഇന്നലെ രാത്രിയോടുകൂടി കൊച്ചിയിൽ നിന്നെത്തിയ NIA 3-അംഗ സംഘം അവർ ചോദ്യം ചെയ്തിരുന്നു ഈ പ്രതികളെ. അവരെന്തായാലും ഇതിനൊരു മറ്റു തരത്തിലുള്ള ബന്ധങ്ങളൊന്നും അവർ സംശയിക്കുന്നില്ല. അവർ ആ റിപ്പോർട്ട് ദേശീയ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരും. റെയിൽവേയുടെ RPFന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗവും കേസിൽ സമാന്തരമായ അന്വേഷണം നടത്തുന്നത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ച എന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും ട്രാക്കുകളുടെ സുരക്ഷ അടക്കമുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചും പരിശോധനകൾ തുടരെ നടത്തണമെന്ന റിപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ട്, റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഗൗരവത്തോടുകൂടിയാണ് പോലീസ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ FIR വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇതാണ്, കൃത്യമായ രീതിയിൽ അട്ടിമറിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. SP അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശ്രീകുമാരൻ കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തിൽ തുല്യ അവകാശം ആവശ്യപ്പെട്ട് ഡൽഹിയിൽ സമരം ആരംഭിച്ച് സാമൂഹ്യ പ്രവർത്തക VP സുഹറ. മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി ചെയ്യണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല നിരാഹാര സമരം. തന്റെ ആവശ്യം നേടിയെടുക്കാതെ ഡൽഹിയിൽ നിന്ന് മടങ്ങുന്ന പ്രശ്നമില്ലെന്ന് VP സുഹറ 24നോട് പറഞ്ഞു. മാതാപിതാക്കളുടെ സ്വത്തിൽ മുസ്ലിം പുരുഷന് തുല്യമായ അവകാശം സ്ത്രീക്കും അനുവദിച്ചു കിട്ടുന്നതിനു വേണ്ടിയാണ് സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ VP സുഹറയുടെ അനിശ്ചിതകാല നിരാഹാര സമരം. രാവിലെ 10 മണിക്ക് ജന്തർ മന്ദറിൽ സുഹറയുടെ ഒറ്റയാൾ സമരം ആരംഭിച്ചു. നിശബ്ദമാക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് താൻ ശബ്ദിക്കുന്നത്. വിഷയം മനുഷ്യാവകാശത്തിന്റേതാണെന്നും സുഹറ 24നോട്. മരണം വരെയുള്ള സമരമാണ് ഇത്. ഈ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനമാവുന്നത് വരെ ഡൽഹി വിടുന്ന പ്രശ്നമില്ല. ഇത് ഇസ്ലാം മതത്തിന്റെ കാര്യമല്ല, ഒരു വ്യക്തിയുടെ കാര്യമല്ല. ഇത് ശരിക്കും മനുഷ്യാവകാശ പ്രശ്നമാണ്. സ്ത്രീകൾക്ക് പരിഗണന നൽകുന്ന മതമാണ് ഇസ്ലാം എന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തോടുള്ള സുഹറയുടെ പ്രതികരണം ഇങ്ങനെ. ഈ വ്യക്തി നിയമം എന്ന് പറഞ്ഞത് ഏതോ അജ്ഞരായ, മതത്തെക്കുറിച്ച് അജ്ഞരായവരുണ്ടാക്കിയ കുറച്ച് നിയമങ്ങളാണ്. ഈ നിയമങ്ങളിൽ നമുക്ക് യാതൊരു പരിഗണനയുമില്ല. വളരെ സ്ത്രീവിരുദ്ധമായ ഒരു നിയമമാണ് ഇവിടെ ഉള്ളത്. ജന്തർ മന്ദറിൽ 2 ദിവസത്തെ സമരത്തിനാണ് ഡൽഹി പോലീസ് അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഡൽഹിയിൽ നിന്നും ഇനി മടക്കമില്ലെന്നാണ് സുഹറയുടെ തീരുമാനം. 24 ഡൽഹി. കൊല്ലം കൊട്ടിയത്ത് വാടക നൽകാത്തതിന്റെ പേരിൽ 2 കുട്ടികളെ വീട്ടുടമ പൂട്ടിയിട്ട സംഭവത്തിലെ ഇടപെടലിൽ 24ന് നന്ദി പറഞ്ഞ കുടുംബം.
കുടിശ്ശികയായ 4 മാസത്തെ വാടകത്തുക നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഇന്നലെ ഉറപ്പ് നൽകിയിരുന്നു. മാതാവ് സ്ഥലത്തില്ലാത്ത സമയത്താണ് വീട്ടുടമസ്ഥൻ ഗേറ്റ് പൂട്ടിപ്പോയത്. 24 ശ്രീകണ്ഠൻ സാറിനോട് ഒരുപാട് നന്ദി പറയാം. വാടകയൊക്കെ മുടങ്ങാൻ കൊടുത്തോണ്ടിരുന്നത് സിംലയിലൊക്കെ പോകുമായിരുന്നു. സാംസങ് കൊല്ലത്ത് സാംസങ് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്, ഞാനും അനിയത്തിയും പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം. കഴിഞ്ഞ ദിവസമാണ് മാതാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് 17ഉം 5ഉം വയസ്സുള്ള കുട്ടികളെ വീടിനുള്ളിലാക്കി ഗേറ്റ് പൂട്ടി വീട്ടുടമ പോയത്. 4 മാസത്തെ വാടക കുടിശ്ശികയുടെ പേരിലായിരുന്നു ഹീനമായ നടപടി. സംഭവം 24 വാർത്തയാക്കിയതിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിലടക്കം വീട്ടുടമയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. കുടുംബത്തിന് 4 മാസത്തെ വാടക കുടിശ്ശിക നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉറപ്പു നൽകി. കുട്ടിയത്തെ വീട്ടുടമസ്ഥന്റെ 4 മാസത്തെ വാടക നമ്മുടെ ഓഫീസിൽ നിന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞേക്കൂ കേട്ടോ. നിങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുക, ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ. അപ്പോൾ അരുൺ രാജ്, നമ്മൾ യഥാർത്ഥത്തിൽ ഇവർ കുടിശ്ശിക വരുത്തിയെന്ന് പറയുന്ന 4 മാസത്തെ വാടക നമ്മൾ ഫ്ലവേഴ്സിന്റെ ഓഫീസിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന അദ്ദേഹത്തെ അറിയിച്ചേക്കുക. വീടൊന്നും പൂട്ടിയിടണ്ടെന്ന് പറയാം. ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചുപോയ 2 യുവതികളും അവരുടെ മക്കളും മാത്രമാണ് വാടക വീട്ടിൽ താമസം. അച്ചാറും മറ്റും വിൽപ്പന നടത്തിയാണ് കുടുംബം കഴിയുന്നത്. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങളില്ലാത്ത ഇവരെ പ്രദേശവാസികൾ പോലും ഒറ്റപ്പെടുത്തുന്നുവെന്നാണ് ആരോപണം. ഈ മാസം 14-ാം തീയതി ഞങ്ങൾ ഇവിടെ ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞത്. ഈ മാസം 14-ാം തീയതി താക്കോല് കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വീട്ടു സാധനം പറക്കി വെളിയിലോട്ട് ഇട്ടിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ മാറിത്തരണം എന്ന് പറഞ്ഞായിരുന്നു. 14-ാം തീയതി വൈകിട്ടായപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ആ കാക്ക വന്ന് ഗേറ്റ് പൂട്ടി. 2 ആണുങ്ങൾ വന്നായിരുന്നു പൂട്ടിയത്. അന്നേരം മോക്ക് +2 പരീക്ഷ രാവിലെ കൊണ്ടുപോയി ഞാനും എൻ്റെ അനിയത്തിയും മോളും കൂടെ പോയായിരുന്നു. അന്നേരം മോനും അനിയത്തിയുടെ മോളും കൂടെ പൊടി മോളും കൂടെ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ചെറുതാണെങ്കിലും മറ്റൊരു വാടക വീട്ടിലേക്ക് ഉടൻ തന്നെ താമസം മാറണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഒപ്പം സ്ഥിര വരുമാനമുള്ള ഏതെങ്കിലും ഒരു ജോലിയും. സുമനസ്സുകളുടെ സഹായത്തിനായി കുടുംബം കാത്തിരിക്കുകയാണ്. അരുണസാറിനൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24 കൊല്ലം. തൃശൂർ അയ്യാലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. സോമൻ ഗീത ദമ്പതികളുടെ മകൾ സോയയാണ് മരിച്ചത്. 2 ദിവസത്തിനിടെ 3 കുട്ടികളാണ് തൃശൂരിൽ ആത്മഹത്യ ചെയ്തത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് വീട്ടിനുള്ളിലെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ 15 വയസ്സുകാരി സോയയെ കണ്ടെത്തുന്നത്. ഈ സമയത്ത് അമ്മ ഗീത മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ സോയയെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ഇന്നു പുലർച്ചെ 5 മണിയോടെ മരിക്കുകയായിരുന്നു. ഇന്നലെ കണ്ടശാങ്കടവിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥി ആലോക് ആത്മഹത്യ ചെയ്തിരുന്നു. സ്കൂൾ മാറ്റാൻ ആലോചിച്ചതിലെ മനോവിഷമത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. തൊട്ടുപിന്നാലെ കുടുംബ വഴക്കിനെ തുടർന്ന് എരവത്തൂരിൽ വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മാള സൊക്കോർസോ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച അവന്തിക. 24 തൃശൂർ. വാർത്താമഴയിലേക്ക് വീണ്ടും. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കേരളത്തിന്റെ ഗെയിം ചേഞ്ചറായി മാറിയെന്ന് മന്ത്രി പി രാജീവ്. സമ്മിറ്റിന് ശേഷവും ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ലഭിച്ച പ്രപ്പോസലുകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പരിശോധിക്കും. ഉടൻ തുടങ്ങാൻ പറ്റുന്നവ പട്ടിക തിരിക്കും. അനുമതി നൽകാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നും പി രാജീവ് പറഞ്ഞു. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 2 ആഴ്ചയിലൊരിക്കൽ ഇതിന്റെ റിവ്യൂ നടത്തും. മാസത്തിലൊരിക്കൽ എൻ്റെ നേതൃത്വത്തിൽ റിവ്യൂ നടത്തും. പൊതുവായ കാര്യങ്ങൾ നേരത്തെ ക്യാബിനറ്റ് തീരുമാനിച്ച പോലെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി, ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനവും പൊതുവായിട്ടുള്ള ഇത്തരം കാര്യങ്ങളുള്ള ഒരു റിവ്യൂ നേരത്തെ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നടത്തും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വലിയ ഒരു മാറ്റത്തിൻ്റെ ഒരു ഘട്ടമായി നമുക്ക് ഇതിനെ കാണാം. ഇൻവെസ്റ്റ് കേരളയിൽ പ്രഖ്യാപിച്ച നിക്ഷേപ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ നടപടികൾ ഉടൻ ആരംഭിക്കും. കടുത്ത വെല്ലുവിളികളുണ്ടെങ്കിലും അതിജീവിക്കാം എന്നാണ് വ്യവസായ വകുപ്പിന്റെ വിശ്വാസം. ഇൻവെസ്റ്റ് കേരളയിലെ പ്രഖ്യാപനങ്ങൾ സർക്കാർ എങ്ങനെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിശദമായി പരിശോധിക്കാം. ഇൻവെസ്റ്റ് കേരള നിക്ഷേപക ഉച്ചകോടി വലിയ വിജയമെന്നാണ് വ്യവസായ വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിലയിരുത്തൽ. പ്രതീക്ഷിച്ചതും കൂടുതൽ നിക്ഷേപം എത്തിയതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി എന്ത്? ഈ പദ്ധതികളും നിക്ഷേപങ്ങളുമൊക്കെ സർക്കാർ എങ്ങനെയാണ് കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. 26 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ, 3000-ഓളം ഡെലിഗേറ്റുകൾ. ഇൻവെസ്റ്റ് കേരളയിൽ ലഭിച്ചത് 1,52,905 കോടിയിലധികം രൂപ. ഭക്ഷ്യ, കാർഷിക, ടൂറിസം മേഖലകളിൽ നിക്ഷേപങ്ങൾ വർദ്ധിക്കുമെന്നുറപ്പ്. ഇതിനു മുൻപും കേരളത്തിൽ നിക്ഷേപ സംഗമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വമ്പൻ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പലതും കടലാസിൽ ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത്തവണ അത് ആവർത്തിക്കില്ലെന്നാണ് വ്യവസായ വകുപ്പ് നൽകുന്ന ഉറപ്പ്. ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള നിക്ഷേപങ്ങളെല്ലാം ഓരോ ഗ്രൂപ്പുകളായി തിരിക്കും. നോഡൽ ഓഫീസർമാരുണ്ടാകും, ടോൾ ഫ്രീ നമ്പർ ഉണ്ടാകും.
ഇതനുസരിച്ച് നിക്ഷേപകർക്ക് തങ്ങളുടെ പദ്ധതികളുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുമെന്നാണ് വ്യവസായ വകുപ്പ് നൽകുന്ന ഉറപ്പ്. ഒപ്പം ചീഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ എല്ലാ ആഴ്ചയും അവലോകന യോഗവും നടത്തും. കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്നൊരു പൊതുബോധം ഇതര സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കുമൊക്കെ പടർന്നിരുന്നു. അതെല്ലാം തകർത്തെറിയാൻ ഈ സബ്മിറ്റ് സഹായിച്ചിട്ടുണ്ടെന്നാണ് വ്യവസായ വകുപ്പിന്റെ വിലയിരുത്തൽ. വിദേശ നിക്ഷേപകർക്ക് മുന്നിൽ വർക്ക് ഫ്രം കേരള എന്ന ആശയമാണ് വ്യവസായ വകുപ്പും സർക്കാരും മുന്നോട്ട് വച്ചത്. അതെത്ര കണ്ട് വിജയിക്കുമെന്ന് ഇനി കാത്തിരുന്നു കാണാം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൂനെയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം പ്രവർത്തകർ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിന് നേരെ കരിയോയിലൊഴിച്ചു. കർണാടകയിൽ മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറെ കയ്യേറ്റം ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് പ്രതിഷേധം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കർണാടകയിലേക്കുള്ള ബസ് സർവീസുകൾ മഹാരാഷ്ട്ര സർക്കാർ നിർത്തിവച്ചു. കർണാടകയുടെ അതിർത്തി ജില്ലയായ ബലഗാവിയിൽ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കണ്ടക്ടറെ ഒരു സംഘം കയ്യേറ്റം ചെയ്തതോടെയാണ് സംഘർഷങ്ങൾക്ക് തുടക്കം. മറാത്തിയിൽ സംസാരിക്കണമെന്ന ബസ്സിലെ യാത്രക്കാരെ ആവശ്യപ്പെട്ടതും കണ്ടക്ടർ അതിന് തയ്യാറാകാതിരുന്നതുമായിരുന്നു തർക്കത്തിന് കാരണം. മറ്റ് യാത്രക്കാർ കൂടി പ്രശ്നത്തിൽ ഇടപെട്ടതോടെ കയ്യാങ്കളിയായി. ഈ സംഭവത്തിന് പിന്നാലെ മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് കർണാടകയിലെ ചിത്രദുർഗയിൽ ഒരു സംഘം തടഞ്ഞു. കണ്ടക്ടറെ കയ്യേറ്റം ചെയ്തു. കണ്ടക്ടറുടെ മേൽ കരിയോയിലും ഒഴിച്ചു. സംഭവത്തിന് പ്രതികാരമെന്ന വണ്ണമാണ് പൂനെയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം പ്രവർത്തകർ കർണാടക ബസ്സിന് നേരെ കരിയോയിൽ ഒഴിച്ചത്. പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. एक्चुअली हमें भी लास्ट मोमेंट में ये पता चला था कि शिवसेना वाले आके यहाँ पर कुछ तो करने वाले हैं, तो इमीडिएटली हमने फोर्स भेजा था. तो एक गाड़ी को वो काला लगाने में सक्सेसफुल हुए हैं, बाकी ज्यादा तो कुछ नुकसान किसी गाड़ी का किसी बस का नहीं हुआ है. और उनके जो लोग थे उनको डिटेन करके हमने पुलिस स्टेशन में लेके गए हैं. जो है वो लीगल का एक्शन हो जाएगा उन पर भी. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കർണാടകയിലേക്കുള്ള ബസ് സർവീസുകൾ നിർത്തിവെക്കുകയാണെന്ന് മഹാരാഷ്ട്ര ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക് പറഞ്ഞു. 24 മുംബൈ. തീർത്ഥയാത്രയ്ക്കൊപ്പം CPIM പാർട്ടി കോൺഗ്രസ് കാണാനും അവസരം. CPIM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കൊടകാട് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് തീർത്ഥയാത്ര. ഏപ്രിൽ 4 കൊടകാട് നിന്ന് പുറപ്പെട്ട് ഏപ്രിൽ 7 രാവിലെ തിരിച്ചെത്തുന്ന രീതിയിലാണ് യാത്രയുടെ ക്രമീകരണം. ചീമേനി കൊടക്കാട് ഭാഗങ്ങളിലെ സാധാരണക്കാർക്കായാണ് കൊടക്കാട് സഹകരണ ബാങ്കിൻ്റെ പുതിയ ആശയം. മുൻപും വിനോദയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും യാത്രയിൽ പാർട്ടി കോൺഗ്രസ് കൂടി ഉൾപ്പെടുത്തുന്നത് ആദ്യം. പഴനിയിലാണ് യാത്ര ആദ്യമെത്തുക. പഴനി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനത്തിന് ശേഷം മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക്, ശേഷം ഉച്ചയോടെ CPIM പാർട്ടി കോൺഗ്രസിലേക്ക്. രണ്ടാമത്തെ ഘട്ടം വന്നതിൽ പാർട്ടി കോൺഗ്രസ് മുതിരിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ഈ പ്രദേശത്തിനകത്തെ സാധാരണക്കാരായ ആളുകൾക്ക് പാർട്ടി കോൺഗ്രസ് കാണണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ ഒന്ന് പാർട്ടി കോൺഗ്രസിനകത്തേക്ക് പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശവും, അതോടൊപ്പം തന്നെ ബാങ്ക് തുടർന്നു വരുന്ന ടൂർ പ്രോഗ്രാമിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു പരിപാടി എന്ന നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. ഈ 2 ദിവസങ്ങളിൽ തന്നെ നമുക്കൊരു 25-30 ആളുകളിലധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഏറെക്കുറെ നമ്മൾ ഉദ്ദേശിക്കുന്ന 47 ആളുകൾ പോകുന്നൊരു ബസ്സാണ്. അതിനപ്പുറത്തേക്ക് ആളുകൾ ഈ 2 ദിവസം കൊണ്ട് ആവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യാത്ര സംബന്ധിച്ചുള്ള പോസ്റ്ററുകൾ പ്രചരിച്ചത് മുതൽ CPIM നേതാക്കൾ തീർത്ഥയാത്ര സംഘടിപ്പിക്കുമോ എന്ന വിമർശനം ഉന്നയിക്കുന്നവരുണ്ട്. എല്ലാം സംസ്കാരത്തിൻ്റെ അടയാളമാണെന്നും വിശ്വാസികൾക്ക് വിശ്വാസമാകാമെന്നും മറുപടി. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് EMI സംവിധാനവുമുണ്ട്. ഇപ്പോൾ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെ ഒന്നിച്ച് പൈസ തരാൻ കഴിയുന്നില്ല, നമ്മൾ EMI സൗകര്യം പോലും നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. നമ്മൾ ഇനി അടുത്ത കുറേ പരിപാടികൾ ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും നമുക്ക് ഈ ടൂറുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. രാമേശ്വരം ധനുഷ്കോടി സന്ദർശനത്തിന് ശേഷം ഏപ്രിൽ 7 തിരിച്ചെത്തുന്ന യാത്രയ്ക്കായി ഇതിനകം തന്നെ 30 പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 24 കാസർഗോഡ്. വാർത്താമഴയിലേക്ക് വീണ്ടും. ലോക സാഹിത്യത്തിലേക്കുള്ള മലയാളിയുടെ കിളിവാതിലായിരുന്നു പ്രൊഫസർ M കൃഷ്ണൻ നായരുടെ സാഹിത്യ വാരഫലം എന്ന പ്രതിവാര പങ്ക്തി. 3.5 പതിറ്റാണ്ട് കാലം തുടർന്ന മറ്റൊരു സാഹിത്യ പങ്ക്തി ലോകത്ത് തന്നെ വേറെ ഉണ്ടാകാനിടയില്ല. M കൃഷ്ണൻ നായർ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 19 വർഷം. സൗഹൃദങ്ങൾ കടമയോ ബാധ്യതയോ ആകാതെ, ആളും തരവും നോക്കാതെ സാഹിത്യ സൃഷ്ടികളെ നിശിതമായി വിമർശിക്കാൻ പ്രൊഫസർ M കൃഷ്ണൻ നായർക്ക് മടിയുണ്ടായിരുന്നില്ല. 1970 ആരംഭിച്ച സാഹിത്യ വാരഫലം മലയാള നാട്, കലാകൗമുദി, സമകാലിക മലയാളം തുടങ്ങിയ വാരികകളിലൂടെ 3.5 പതിറ്റാണ്ട് കാലം നീണ്ടു.
ജനകീയമായ ആ പംക്തിയിലൂടെയാണ് വിദേശ എഴുത്തുകാരെയും അവരുടെ രചനകളെയും മലയാളി പരിചയപ്പെട്ടത്. കൃഷ്ണൻ നായരിലൂടെ മാർക്കേസും നെരൂദയുമെല്ലാം മലയാളിയുടെ സാഹിത്യ കുടുംബത്തിലെ അംഗങ്ങളായി മാറി. സാഹിത്യ വിമർശനം എന്നല്ല, മറിച്ച് ലിറ്റററി ജേർണലിസം എന്നാണ് എം കൃഷ്ണൻ നായർ തന്റെ പ്രതിവാര പംക്തിയെ വിശേഷിപ്പിച്ചത്. കൗതുകകരമായ നിരീക്ഷണങ്ങളാലും കുറുക്കിക്കൊള്ളുന്ന നർമ്മം കൊണ്ടും സമ്പന്നമായിരുന്നു അത്. മലയാള സാഹിത്യത്തിലെ പൊങ്ങച്ചവും പൊള്ളത്തരങ്ങളും പൊളിച്ചടുക്കി. തിരുവനന്തപുരം സ്വദേശിയായ എം കൃഷ്ണൻ നായർ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായാണ് തൊഴിൽ ജീവിതം ആരംഭിച്ചത്. പിന്നീട് വിവിധ കോളേജുകളിൽ അധ്യാപകനായ ശേഷം 1978 എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാളം വിഭാഗം മേധാവിയായാണ് വിരമിച്ചത്. സാഹിത്യവാരഫലം എന്ന സമാഹാരത്തിനു പുറമെ ആധുനിക മലയാള കവിത, കലാസങ്കല്പങ്ങൾ, സൗന്ദര്യത്തിന്റെ സന്നിധാനത്തിൽ എന്നിങ്ങനെ നിരവധി കൃതികൾ കൃഷ്ണൻ നായരുടേതായുണ്ട്. മരണത്തിന് ഒരാഴ്ച മുൻപ് വരെ സാഹിത്യവാരഫലം വായനക്കാരിലേക്കെത്തി. ലോക സാഹിത്യത്തിലേക്ക് മലയാളിയെ കൈപിടിച്ച് നടത്തിയ പ്രൊഫസർ എം കൃഷ്ണൻ നായർക്ക് 24ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.